ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 19-ാമത്തെ വചനം. ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷവും വരുത്തുകയും ഇല്ല. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവ് 12 ശിഷ്യന്മാരെ കൂടാതെ 70 പേരെ കൂടെ തിരഞ്ഞെടുത്തു. ആ 70 പേരെ ഈരണ്ടായി 35 ഗ്രൂപ്പുകളായി തിരിച്ച് യേശുക്രിസ്തു ശുശ്രൂഷയ്ക്ക് പോകുന്നതിന് മുന്നോടിയായി പോകുന്ന ഗ്രാമങ്ങളിലേക്കും പട്ടണങ്ങളിലേക്കും അയച്ചു. അവരോട് പോയി സുവിശേഷം ഘോഷിച്ച് മടങ്ങി വന്നപ്പോൾ അവർ പറഞ്ഞുകൊണ്ട് വരികയാ, കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങും. ഉടനെ കർത്താവ് അവർക്ക് കൊടുക്കുന്ന മറുപടിയാണ്, നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടത് ഭൂതങ്ങൾ കീഴടങ്ങുന്നതാണ്. എന്നാൽ ഞാനൊരു കാഴ്ച കണ്ടു. സാത്താൻ മിന്നൽ പോലെ വെട്ടുകൊണ്ട് ആകാശത്തുനിന്ന് താഴെ വീഴുന്നത് ഞാൻ കണ്ടു. യേശു പിന്നെയും ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾക്കൊരു അധികാരം ഞാൻ തരികയാണ്. ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം. നമ്മൾ വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ മാനുഷിക ബലം കൊണ്ട് ഒരിക്കലും ശത്രുവിനെ കീഴടക്കാൻ പറ്റത്തില്ല. ഇന്ന് പലരുടെയും ജീവിതത്തെ ശത്രു കീഴടക്കി വെച്ചിരിക്കുക. നിങ്ങളുടെ ചിന്താമണ്ഡലത്തെ ശത്രു കീഴടക്കി, നിങ്ങളുടെ വിശുദ്ധ ജീവിതത്തെ ശത്രു കീഴടക്കി, നിങ്ങളുടെ ആത്മീക ജീവിതത്തെ ശത്രു കീഴടക്കി, നിങ്ങളുടെ ഭൗതിക ജീവിതത്തെ ഒക്കെ ശത്രു കീഴടക്കിയിരിക്കുക. അതിനെ അതിജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിൽ നിന്നൊരു ബലം പ്രാപിക്കണം. ദൈവത്തിൽ നിന്ന് ബലം പ്രാപിച്ച് ശത്രുവിന്റെ സകല ബലത്തെയും കീഴ്പ്പെടുത്തണം. ദാവീദ് സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്, നീ എൻ്റെ അരയ്ക്ക് ശക്തി കെട്ടിയിരിക്കുന്നു. എന്തിനാണ് അരയ്ക്ക് ശക്തി കെട്ടിയിരിക്കുന്നത്? എൻ്റെ ശത്രുവിനെ തോൽപ്പിക്കാൻ വേണ്ടിയാണ്. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം, ഏതെങ്കിലും തരത്തിലുള്ള ദുഷ്ടശക്തികൾ നിങ്ങളെ കീഴടക്കിയിട്ടുണ്ടെങ്കിൽ ആ ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം നിങ്ങൾക്ക് തരിക. ഒന്നും ഒരിക്കലും ഒരു ദോഷവും നിങ്ങൾക്ക് വരുത്തുകയില്ല. എന്താണ് അതിൻ്റെ ആത്മീയ അർത്ഥം? ഏതൊക്കെ ദുഷ്ടശക്തികളെ നിങ്ങൾ ജയിച്ചാലും ഒരു ശക്തികൾക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം, ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് ഹൃദയങ്ങൾ ഏകാഗ്രമാക്കി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നതോട് സ്തോത്രം. ഞങ്ങളെ കീഴടക്കാൻ ശ്രമിക്കുന്ന സകല ദുഷ്ടശക്തികളുടെ മേലും ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ബലം പ്രാപിച്ചുകൊണ്ട് ശത്രുവിനെ കീഴടക്കുവാൻ നിന്റെ മക്കളുടെ മേൽ വിശേഷ കൃപ കൽപ്പിക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാകട്ടെ യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഈ ദിവസങ്ങളിൽ ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടാൻ നിനക്ക് ദൈവം കൃപ തരും. ഗോഡ് ബ്ലസ് യു.